أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ മാർഗത്തിലെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്നത് സൂറത്ത് കഹ്ഫിലെ 18-ാമത്തെ ആയത്താണ്. 17-ാമത്തെ ആയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഗുഹയുടെ പുറത്തുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു സീനാണ് എന്നാണ് പറഞ്ഞത്. 18-ാമത്തെ ആയത്തിൽ വരുമ്പോൾ ഇത് ഗുഹയുടെ അകത്തേക്ക് അള്ളാഹു ക്യാമറ തിരിച്ചു വെക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുലാരിയായ ഫേൽ ഉപയോഗിച്ചിട്ട് ആ സീൻ, ആ കഥയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഇമ്മേഴ്സ് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കതിന്റെ വാക്കർത്ഥം ആദ്യം പരിശോധിച്ച് നോക്കാം. വതഹ്സബുഹും ഐഖാലൻ. വതഹ്സബുഹും, താങ്കൾ അവരെ കുറിച്ച് വിചാരിക്കുന്നു. ഹസിബ യഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. അതിൽ നിന്നാണ് കണക്ക്, ഹിസാബ്, മുഹാസബാത്ത്, അക്കൗണ്ട്സ് എന്നൊക്കെ വരുന്ന പദങ്ങളൊക്കെ അതിൽ നിന്നാണ്. കാരണം എല്ലാം നമ്മളൊരു മൊത്തം ഒരു ഓർഡറിൽ ഒരു സംഗതിയുടെ എ ടു സെഡ് പരിശോധിക്കുകയാണല്ലോ ശരിക്ക്. അതാണ് ഹിസാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തഹ്സബുഹും, താങ്കൾ അവരെ കണ്ടാൽ അവരെ കുറിച്ച് തോന്നും, താങ്കൾക്ക് തോന്നും. ഐഖാലൻ, ഐഖാൽ എന്ന് പറഞ്ഞാൽ യാഖിൽ അല്ലെങ്കിൽ യഖ്ലാൻ, അതിന്റെ ജം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഐഖാല് അതായത് ഉണർന്നിരിക്കുന്നവരായിട്ട് തോന്നും എന്നർത്ഥം. വഹും റുഖൂദ്, വാസ്തവത്തിൽ അവര് വളരെ ശാന്തമായി, സുന്ദരമായി, സ്വച്ഛമായി കിടന്നുറങ്ങുകയാണ്. സ്വച്ഛമായി ശാന്തമായി അവർ കിടന്നുറങ്ങുകയായിരിക്കെ തന്നെ, അങ്ങനെ ആയിരിക്കെ തന്നെ. അതാണ് വഹും റുഖൂദ്. വാവുൽ ഹാലാണ് കേട്ടോ, ഹാലാണ്. അവരുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന വാവാണത്. അവർ ഉറങ്ങിക്കിടന്നിരിക്കെ തന്നെ താങ്കൾ അവരെ കാണുമ്പോൾ വിചാരിക്കും അവര് എഴുന്നേറ്റിരിക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നും. നുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടുന്നു. കല്ലബ യുഖല്ലിബു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, അതിനാണ് കേട്ടോ. കൽബ് അതിൽ നിന്ന് വന്നാണ്. ഹൃദയം ഇങ്ങനെ എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കൂലല്ലോ ഹൃദയം, അല്ലെ? അതുകൊണ്ടാണ് കൽബിന് ആ പേര് വന്നത്. നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, ഹൃദയത്തിന്റെ അവസ്ഥ. കലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു, കല്ലബ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക കേട്ടോ. അതാണ് അതിന് അറബിയിൽ ലാസിമു മുത്തഅദ്ദി എന്ന് പറയും. നമുക്കത് ഗ്രാമറിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടുതൽ പറയാം. അപ്പൊ വനുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടുന്നു. ദാത്തൽ യമീൻ, വലതുവശത്തേക്ക്. വദാത്ത ഷിമാൽ, ഇടതുവശത്തേക്കും. വലത്തോട്ടും ഇടത്തോട്ടും നാം അവരെ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടേണിങ് ദം ടുവേർഡ്സ് റൈറ്റ് ആൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. അതാണ്. കൽബുഹും, അവരുടെ നായ ആകട്ടെ, ബാസിത്തുൻ, അതിങ്ങനെ വിടർത്തി നിൽക്കുന്നു. ബസത്ത, നീട്ടുക, ഇങ്ങനെ വിരിച്ചു വെക്കുക. ദിറാഇഹി, ദിറാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കൈപ്പത്തി മുതൽ മുട്ടുവരെയുള്ള ഭാഗം, കൈപ്പത്തി മുതൽ കൈൻ്റെ ഈ അറ്റം മുതൽ ഈ മുട്ടുവരെയുള്ള ഭാഗത്തിനാണ് ദിറ എന്ന് പറയുക. നമ്മൾ മുഴങ്കൈ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ദിറ എന്ന് പറയുക. അത് മനുഷ്യരുടെ മാത്രമല്ല, നായയുടെ, മൃഗങ്ങളുടെ ഒക്കെ
മുഴങ്കൈ എന്ന് വിളിക്കുന്ന സാധനത്തിന് ദിറാ എന്നാ പറയാ കേട്ടോ. ദിറാഐഹി, അതിന്റെ രണ്ട്, ദിറാഐനി എന്നതായിരുന്നു ഇവിടെ ശരിക്ക് പദം. പക്ഷെ അത് ഹി എന്ന ആ പിന്നെ ലമീറിനോട് ചേർത്തപ്പോ നൂന് കളയും. മുസന്ന അല്ലെ, ദ്വിവചനമാണത്. ദിറാ ആണ് ഏകവചനം, ദിറാഐനി അല്ലെങ്കിൽ ദിറാആനി ആണ് ദ്വിവചനം മുസന്ന. പക്ഷെ ഈ ദ്വിവചനവും ബഹുവചനവും ഒക്കെ, അതായത് മുസന്ന നമ്മളൊരു രണ്ടെണ്ണത്തിന് ഉപയോഗിക്കുന്ന പദവും കൂടുതൽ എണ്ണങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദമൊക്കെ വേറൊരു മുലാഫ് ഇലൈഹി ആയിട്ട് വരുമ്പോൾ, അതായത് വേറൊരു പദത്തോട് ചേർന്ന് വരുമ്പോൾ, അവന്റെ കൈ അല്ലെങ്കിൽ അവരുടെ കൈകൾ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ നൂന് കളയും. ഏതുപോലെ, ഓക്കെ നമുക്കത് പിന്നെ ഗ്രാമർ പറയുമ്പോൾ പറയാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം, അവരുടെ ആ നായ അതിന്റെ രണ്ട് കൈകളും ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിൽ വസീദ്, വസീദ് എന്ന് പറഞ്ഞാല് ആ ഗുഹാമുഖത്ത്, നമ്മള് വീടിന്റെ മുറ്റത്തിന്, വീടിന്റെ ഭാഗം തന്നെയാണ് പോർച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാർ പോർച്ചിനൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് വസീദ്. അതായത് വീടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള മുറ്റം അല്ലെങ്കിൽ അകത്തളം, കോർട്ട്യാർഡ് എന്നൊക്കെ പറയാവുന്ന അതിനാണ് വസീദ്. അല്ലെങ്കിൽ ഗേറ്റ്, ഗുഹേനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഗേറ്റ്, ഗുഹാമുഖം എന്ന് പറയാം കേട്ടോ. ഗുഹയുടെ പ്രധാന കവാടം എന്നൊക്കെ പറയാം. അപ്പൊ ആ പ്രധാന കവാടത്തില് ഗുഹാമുഖത്ത് നായ അതിന്റെ രണ്ട് കൈകളും വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. വലിയ നായാണ്. കാരണം എന്താ, വലിയ നായാണ്, അതൊരു ഭീകരമായ രൂപം പൂണ്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അടുത്ത വാചകത്തിൽ നിന്ന് തിരിയും. എങ്ങനെയാണ്, ലവിത്തലഅത അലൈഹിം, ലവിത്തലഅത താങ്കൾ എത്തി നോക്കിയാൽ, പ്രയാസപ്പെട്ട് ഇങ്ങനെ കയറി നോക്കിയാൽ, ആ ഗുഹാമുഖത്തേക്ക് കയറി നോക്കിയാൽ താങ്കൾ അവരുടെ മേൽ ആണ്. തല നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലെ, തലയുടെ അർത്ഥം എന്താ പറഞ്ഞ, ഇതാ തലഅത്ത് ഷംസു, ഉദിക്കുക എന്ന് പറഞ്ഞില്ലേ, സൂര്യൻ ഇങ്ങനെ അപ്പിയർ ചെയ്യുക, റൈസ് ചെയ്യുക. അതിന് ഇത്തല എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് ഒരു സംഗതിയുടെ മേളിൽ കയറി ഇങ്ങനെ നോക്കുക, അതിനാണ് ഇത്തല എന്ന് പറയാ. അപ്പൊ ഒരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പുറത്ത് കയറുക എന്നുള്ള അർത്ഥത്തിലും ഇത്തല പറയും. ഇപ്പൊ ഇവിടെ താങ്കൾ കണ്ടാൽ എന്ന അർത്ഥം പറയാൻ വേണമെങ്കിൽ, കണ്ടാൽ എന്ന് പറയുമ്പോൾ റായിത്ത എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത്തല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അത്രയും പ്രയാസപ്പെട്ട് വേണം ഈ ഗുഹാമുഖത്ത് എത്തി അവരെ നോക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ. ലവിത്തലഅത അലൈഹിം, താങ്കൾ അവരിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ലവല്ലൈത മിൻഹും, താങ്കൾ അവരിൽ നിന്ന് താങ്കൾ സ്വയം തന്നെ പിന്തിരിഞ്ഞോടും, മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. അതിന് പറ്റിയൊരു പദമാണ് വല്ല, വല്ലായുവല്ലി എന്ന് പറഞ്ഞാൽ, വല്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥം താങ്കൾ സ്വയം തന്നെ പിരിഞ്ഞു പോകും, ഓടിപ്പോകും, പിന്തിരിഞ്ഞു പോകും. അതുപോലെ തന്നെ മറ്റുള്ളവരെയും എന്ത് ചെയ്യും, പിന്തിരിപ്പിച്ച് കളയും. ലവല്ലൈത മിൻഹും, അവരിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയും. ഫിറാറൻ, ഭയന്നോടിയിട്ട്. ഫിറാർ എന്ന് പറഞ്ഞാല് ഒരു സംഗതി കണ്ട് പേടിച്ചിട്ട് ഓടുന്നതിനാണ് എന്ത് പറയാ, ഫിറാർ എന്ന് പറയാ. വല മുലഇത മിൻഹും റുഅബ എന്ന് മാത്രമല്ല, വല മുലഇത, താങ്കളുടെ മനസ്സ് ആകെ നിറയും. യു വിൽ ബി ഓവർവെംഡ്, ഭയങ്കരമായിട്ട് മനസ്സ് നിറയും. റുഅബൻ, റുഅബൻ എന്ന് പറഞ്ഞാല് അതിഭീകരമായ ഭയം, പേടിച്ചിട്ട്. ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിച്ചു വിറക്കൂല. അതായത് പണ്ടൊക്കെ നമ്മളെ കുറച്ചൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പൊ പിള്ളേർക്ക് അതൊന്നും പേടിയില്ല. പണ്ട് പ്രേതം അല്ലെ, പ്രേതം എന്നൊക്കെ പറഞ്ഞ, ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പേടിക്കും അല്ലെ, അങ്ങനത്തെ പേടി. അപ്പൊ ഇവിടെ ഈ ഗുഹാമുഖത്ത് ഇവരിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടാൽ, അവരുടെ കണ്ണടച്ചിട്ടില്ല, അവര് കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്. അവര് വളരെ സുന്ദരമായ ഉറക്കത്തിലാണ്, പക്ഷെ അവർ എഴുന്നേറ്റിരിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നും. അവരിങ്ങനെ ഇടക്ക് വലത്തോട്ട് തിരിയുന്നുണ്ട്, ഇടത്തോട്ട് തിരിയുന്നുണ്ട്. അള്ളാഹു തിരിച്ചിടുന്നതാണ് അള്ളാഹ് പറയണത്. വനുഖല്ലിബുഹും എന്നാ പറയുന്നത്, ഞാനാണ് തിരിച്ചിടുന്നത് ഇടത്തോട്ടും വലത്തോട്ടും. ആ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന, എന്നാൽ ഇടക്കിടക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, കണ്ണും മിഴിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇടക്ക് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മുമ്പിൽ തന്നെ അവർക്കൊരു കാവൽ എന്നോണം അവരുടെ നായ ഇങ്ങനെ കൈകൾ വിരിച്ച് അഭീകരമായ ഒരു സ്വത്വം പോലെ ഇങ്ങനെ
ഇങ്ങനെ നിൽക്കണമെന്ന് കണ്ടാൽ താങ്കൾ പേടിച്ച് ഓടിപ്പോകും. ഭയം വല്ലാതെ നിറഞ്ഞ് ഓടിപ്പോകും. താങ്കൾ ഓടിപ്പോകുന്നു മാത്രമല്ല, മറ്റുള്ളവരെ ഓടിച്ചു കളയുകയും ചെയ്യും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അവസ്ഥ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ ഈ ആയത്ത് ഇതിനു മുമ്പത്തെ ആയത്തിനോട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ, ഈ രണ്ടായത്തുകൾ 17, 18 ആയത്തുകൾ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ടും ആ ഗുഹയിലെ അവര് രാജാവിന്റെ അടുത്ത് നിന്ന് വന്നിട്ട് ഗുഹയിൽ കയറുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ആ ഗുഹ അവർ കയറിയിട്ടുണ്ട്, പക്ഷെ ആ ഗുഹാമുഖത്ത് നമ്മൾ എത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ 17ാമത്തെ ആയത്തിൽ പറഞ്ഞതെങ്കിൽ ഈ ആയത്തിൽ പറയുന്നത് എന്താ? അവർ ഗുഹയുടെ അകത്ത് എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ എന്തെങ്കിലും പിരിയായ്മയൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റിലോ ഒക്കെ വന്നിട്ട് പറയാം കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ പിന്നെ അപ്പൊ ഇവിടെ ഒരു കൽബിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ ഹഫീൽ എഴുതി ചോദിച്ചിട്ടുണ്ട്, ചിന്തകൾ മാറി മറിയുന്ന സ്ഥലം എന്ന് തന്നെയാണ് കൽബ്. അതെ, എന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയം തന്നെ എന്ത് ചെയ്യും, പല അവസ്ഥകളുണ്ടല്ലോ, ഹൃദയത്തിന് പല അവസ്ഥകളുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് വിശദീകരിക്കാം. എനിവേ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മെസ്സേജ് അയക്കാം കേട്ടോ, ചാറ്റ് ചെയ്ത് ചോദിക്കാം. ദാറ്റ്സ് ഫൈൻ. ഇനി ഇമാം ഷൗക്കാനി ഈ ആയത്തിനെ കുറിച്ച്, ഈ 18ാമത്തെ ആയത്ത് ഇതിനു മുമ്പത്തെ ആയത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വാക്കുകളുടെ ഓരോന്നിന്റെയും റൂട്ടിലേക്കും മറ്റൊക്കെ പോവാം. അതായത് അദ്ദേഹം പറയുന്നത് ഇതൊരു അവരുടെ ഒരു അത്ഭുതകരമായ ഒരു സിറ്റുവേഷൻ, ആ ഗുഹാവാസികളുടെ അത്ഭുതകരമായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതെന്താണ്, ഇത് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരമാണ്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അല്ലെ. എന്തായിരുന്നു അവർ പ്രാർത്ഥിച്ചത്? ഒന്നും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആവർത്തിച്ച് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? റബ്ബന ആതിന ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ. റഹ്മത്ത് ചോദിച്ചു, ഞങ്ങളുടെ കാര്യങ്ങളിൽ റഷദ് ചോദിച്ചു അല്ലെ, റുഷ്ദ്, വിവേകം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവര് ദക്കാ ചോദിച്ചില്ല, ബുദ്ധി ചോദിച്ചില്ല. കാരണം ബുദ്ധിയുള്ളവർക്കൊക്കെ റഷദ് ഉണ്ടാവൂല. ചില ബുദ്ധിമാന്മാർ വലിയ മണ്ടത്തരം ചെയ്യാറില്ലേ, നല്ല സ്മാർട്ടായിരിക്കും, ഭയങ്കര പ്രതിഭയായിരിക്കും, ജീനിയസ് ആയിരിക്കും, പക്ഷെ അവർ വിഡ്ഢിത്തരം ചെയ്യും. പക്ഷെ റുഷ്ദുള്ള ആള് അല്ലെങ്കിൽ റഷദുള്ള ആള് എന്ത് ചെയ്യൂല, വിഡ്ഢിത്തരം ചെയ്യൂല. അതാണ് റഷദ് എന്ന് പറഞ്ഞാല് ഒരു ആ സിറ്റുവേഷനിൽ വിവേകത്തോടു കൂടി സിറ്റുവേഷനെ അനുസരിച്ച് പെരുമാറുന്ന ബുജി അല്ലെ, ബുദ്ധി ലോജിക്കാണ്. അതെ, അതാണ്, അത് ഹാർട്ട് സെന്റേഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് റുഷ്ദ്. അപ്പൊ ഇവിടെ അതായിരുന്നു അവർ ചോദിച്ചത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധി, ഈ കാര്യങ്ങളൊക്കെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് എന്താന്ന് വെച്ചാല് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു പക്ഷേ ഒരുപാട് ബുദ്ധി ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ബുദ്ധി ഒരുപാട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കാനാണ് പ്രേരിപ്പിക്കുക. ചില സിറ്റുവേഷനിൽ ഒരുപാട് ആലോചിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കാനാ തോന്നുക അല്ലെ. പക്ഷെ റഷദ് ചോദിച്ചാലോ, റഷദ് എന്തിനാ ചോദിക്കണ്ട, പ്രവർത്തിക്കാൻ പറ്റണം. ആ പ്രവർത്തിക്കുന്നത് ഏറ്റവും നമുക്ക് ആ സിറ്റുവേഷന് യോജിച്ച രൂപത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അവർ റഷദ് ചോദിച്ചത്. നമ്മളും കുടുങ്ങുന്ന സാഹചര്യത്തിൽ അള്ളാഹുവെ എനിക്ക് റഷദ് തരണം, വൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ എന്ന് യത്തീമുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞല്ലോ. അവരിൽ റുഷ്ദ് കണ്ടാൽ, ബുദ്ധി കണ്ടാൽ എന്നല്ല അവിടെ പറഞ്ഞത്. അതായത് യത്തീമക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് തിരിച്ചവർക്ക് എപ്പോഴാ കൊടുക്കേണ്ടത്? പ്രായപൂർത്തി ആവുമ്പോഴല്ല. എങ്ങനെ? തന്റെ ഇടം. അതെ. പിന്നെ വേറെ എന്താ പറഞ്ഞ? മെച്ചുവേർഡ്. പിന്നെ വിവേകം. കറക്റ്റ്. ഇതിനൊക്കെ നമ്മൾ വിവേകം, മെച്യൂരിറ്റി, തന്റെ ഇടം എന്നൊക്കെ പറയുന്ന ഈ സംഗതിക്കാണ് റഷദ് എന്ന് പറഞ്ഞത്. ഇതാണ് അതിന്റെ വിശദീകരണം. ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറുന്നു എന്നത് അറിയണം. ഈ കുട്ടിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെ ഏറ്റവും നന്നായി എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ ഒരു വയസ്സാണ് അള്ളാഹ് പറഞ്ഞിരുന്നെങ്കിൽ, ആ കുട്ടിയുടെ വിഷയത്തിൽ 15 വയസ്സ് 20 വയസ്സെന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ
20 വയസ്സായ ചില ആളുകൾക്കും തൻ്റെ ഇടം ഉണ്ടാവില്ല, മെച്യൂരിറ്റി ഉണ്ടാവില്ല. അതിനുള്ള പദമാണ് റൂഷിദ്. അപ്പൊ ഇവർ ചോദിച്ചതും അതാണ്, ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് എങ്ങനെ ഏറ്റവും നന്നായി പെരുമാറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരണം. അള്ളാഹു അവർക്ക് കൊടുത്ത ആ ദുആക്ക്, ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഉത്തരം എന്താ? നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങുമ്പോൾ ആ ഉറക്കം തന്നെ മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാതിരിക്കുമാറ് എന്തായി മാറും? അതിന് പറ്റുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തരും. അതാണ് ഇമാം ഷൗക്കാനി അതിനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ഇത് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരവായിരുന്നു. ഓക്കെ, അതായത് അവർ ചോദിച്ചത് ഒരു പിന്നെ മില്ലദുൻ മിർഫക്ക എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ. എന്തായിരുന്നു മിർഫക്ക് എന്ന് പറഞ്ഞ? മിർഫക്ക് നമ്മൾ പറഞ്ഞു ഓർക്കണ്ട. റിഫ്ക്ക് എന്താ അർത്ഥം? എന്താ റഫീഖ്, റിഫ്ക്ക് എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? കൂട്ടിച്ചേർക്കല്ല, അല്ല, ഒരു സൗമ്യ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അള്ളാഹു റഫീഖാണ്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്. നമ്മൾ സൗമ്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറണം. ശരിക്കും അവരെത്തിയ സ്ഥലം എന്താണോ ഈ ഗുഹാമുഖം, ഈ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കാടിന്റെ മധ്യത്തിലുള്ള ഈ ഗുഹ എന്തല്ല, ഒരിക്കലും ഒരു മിർഫക്കല്ല. പക്ഷേ വൺസ് അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായി? അത് മിർഫക്കായി മാറി. കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഒന്നും അറിയുന്നില്ല. അറിയുന്നുണ്ടോ? കറക്റ്റ്, റിലാക്സ്ഡ്. ഒരു റിലാക്സേഷൻ ആണ് കൊടുത്തത് അള്ളാഹു. അപ്പൊ നമുക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും അത് പറഞ്ഞു, എവിടെ നിന്നാണ് റിലാക്സേഷൻ വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സിറ്റുവേഷന്റെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. പക്ഷെ ആ സിറ്റുവേഷനിൽ എവിടെ നിന്നാണ് നമുക്ക് റിലാക്സേഷൻ വരിക? പ്രത്യക്ഷത്തിൽ ചില സിറ്റുവേഷനുകൾ ഒരിക്കലും റിലാക്സ്ഡ് ആയിരിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റും. ഏതുപോലെ? ബദർ യുദ്ധത്തിന്റെ തലേന്ന് സഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുന്ദരമായിട്ട് ഉറങ്ങിയല്ലോ. ശരിക്കും ആലോചിക്കുക, ആ തലേ ദിവസം ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ലല്ലോ. പറ്റില്ല. സ്ത്രീകൾക്ക് പ്രസവ വേദന പോലത്തെ സിറ്റുവേഷൻ വരുമല്ലോ. ഞാൻ പറയണ ഒരു പേഴ്സണൽ സിറ്റുവേഷനെ കുറിച്ച് പറയണത്. ഉറങ്ങാൻ പറ്റുമോ? അവിടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻ, ഒരു പേഴ്സണൽ സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, നമ്മൾ അനുഭവിക്കുന്ന മാനസികമോ ശാരീരികമോ കുടുംബപരമോ സാമൂഹികമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒക്കെ ആയിട്ടുള്ള വളരെ കുടുസായ സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അവിടെയെല്ലാം അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു മിർഫക്ക് അതാണ്. ഏത് സിറ്റുവേഷനിലും നമ്മുടെ മനസ്സിനെ ഒരു എന്താ പറയാ, ഒരു സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചു പോകാൻ പറ്റണം. സ്ട്രെയിറ്റ് ഫോർവേഡ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു മിർഫക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവർക്ക് അവിടെ കൊടുത്തത്. ഇങ്ങനെയാണ് അള്ളാഹു കംഫർട്ട് പ്രദാനം ചെയ്യുക. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നില്ല എന്ത്, ഇതൊരു പരിഹാരമൊന്നും തോന്നൂല. ഇപ്പൊ ഗസയിലെ മനുഷ്യരും കണ്ടില്ല. ഈ അടുത്ത് ഞാൻ അവരുടെ ഒരു ഇന്റർവ്യൂ ഒരു TV ചാനൽ അവരോട് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ചില വയസ്സന്മാരോടും അതുപോലെ തന്നെ പിന്നെ യുവാക്കളോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ മറുപടി, നിങ്ങൾക്ക് യുദ്ധം നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? കഴിഞ്ഞ 2.5 വർഷമായിട്ട് നിരന്തരം കൊല, ഇന്നലെയും കൂടി 31 ആൾ അവിടെ കൊന്നിട്ടുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, യുദ്ധം നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? അതിലൊരാൾ പറയുന്നുണ്ട്, യുദ്ധം എന്നെ പഠിപ്പിച്ചത് അല്ലമത്തിനിൽ ഹർബ് അന്ന സബ്ര ലൈസ ഇഖ്തിയാരി. സബ്ർ എന്ന് പറയുന്നത് ഇഖ്തിയാരി അല്ല, മറിച്ച് ഇജ്ബാരിയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ അല്ല. സബ്ർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഓപ്ഷൻ അല്ല, പിന്നെയോ നിർബന്ധിതമായ ഒരു അവസ്ഥ, ഇജ്ബാരിയാണ്. ഇതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും തീ തുപ്പുന്ന പീരങ്കികളും ആകാശത്ത് നിന്നും വർഷിക്കുന്ന ബോംബുകളുടെ ഇടയിൽ സ്വസ്ഥമായിട്ട് ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വക്കീൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെയും 31 ആളുകളുടെ മയ്യത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമസ്കരിക്കുന്ന ഫലസ്തീനികളോ കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുക? അപ്പോഴും അവരെ കഫൻ ചെയ്യുന്നു, അവരെ പൊതിഞ്ഞിട്ട്, കുളിപ്പിക്കലൊന്നും വേണ്ട, രക്തസാക്ഷികളാണ് അവര്. പക്ഷെ അവരെ മാന്യമായിട്ട് അവരെ കബറടക്കാൻ വേണ്ടി മനസ്സാന്നിധ്യത്തോടുകൂടി നിൽക്കുന്ന അവരെ കാണുമ്പോൾ
അതാണ് അവരുടെ മിർഫക്ക്. നമുക്ക് നമുക്ക് തോന്നില്ല അത് മിർഫക്കാണെന്ന്. പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല, ടെൻസ്ഡ് ആണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയാണ്. ഇത്രയൊന്നും നമ്മൾ സഹിക്കുന്നില്ലല്ലോ. നമുക്കുള്ളത് എന്താ? നമുക്ക് ചില്ലറ ചില്ലറ വിഷമങ്ങളാണുള്ള. ആ ചില്ലറ ചില്ലറ വിഷമങ്ങൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ മിർഫക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ആ മിർഫക്ക് അള്ളാഹു നൽകുന്നത് ചിലപ്പോൾ രാത്രിയിലുള്ള സുന്ദരമായ ഒരു ഉറക്കത്തിലൂടെ ആകാം. എത്ര പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ കിടന്നുറങ്ങും. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സ് ഒരു കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ നോക്കൂ, വലിയ കോടികളുടെ സ്വത്തുള്ള ഒരാൾക്ക് 2-3 ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോയിട്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. 22 റോൾസ് റോയ്സ് കാറും ലംബോർഗിനിയും പിന്നെ മറ്റെന്താ എന്തൊക്കെയാ ആ കാറുകളൊക്കെ പോർച്ചിൽ ദുബായിലും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് ഉള്ള ആള് കുറച്ച് ചോദ്യം ചോദിച്ചപ്പോ എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ചോദിച്ച ആളുകളുടെ മനസ്ഥിതിയൊക്കെ വേറെ തന്നെയാണ് ആകാം. പക്ഷെ പതറിപ്പോകുന്നു മനസ്സ്, വെടിവെച്ച് മരിക്കേണ്ടി വരുന്നു. എന്തിന്റെ കുറവാണ്? പണത്തിന്റെ കുറവാണോ? സുഖസൗകര്യങ്ങളുടെ കുറവാണോ? ഒന്നുമല്ല. പക്ഷെ പതറിപ്പോകുന്നു. ഈ പതറിപ്പോകാത്തൊരു മനസ്സിനെ കുറിച്ചാണ് മിർഫക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് മിർഫക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അർത്ഥം കേട്ടോ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അള്ളാഹ്സ് കൈൻഡ്നെസ് ടുവേർഡ്സ് ദം. അള്ളാഹുവിന്റെ റഹ്മത്ത് അതാണ്. അള്ളാഹു അവർക്ക് ഒരു പരിഹാരമായിട്ട് നൽകിയ റഹ്മത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാവുന്നത് അതാണ്. ഓക്കെ, ഇനി നമ്മൾ മീനിങ്ങിലേക്ക് പോവാം. മീനിങ്ങിന്റെ റൂട്ട് തഹ്സബുഹും ഐഖാദം വഹും റുഖൂദ്. യഖാല് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഖുർആൻ ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഐഖാലൻ, യഖാല് എന്നുള്ളതിന്റെ പിന്നെ ബഹുവചനായിട്ടാണ് ഐഖാല് പറഞ്ഞിട്ടുള്ളത്. അറബി ഭാഷയിൽ ടു ബി അവൈക്ക്, ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയാ? യഖ്ലാൻ എന്ന് പറയാം. ഇസ്തൈഖല എന്ന് പറയും. എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ഇസ്തൈഖല എന്ന് പറയും. ശരിക്കും അതിന്റെ വേർഡ് മീനിങ് എന്താ വെച്ചാൽ ഒരു സംഗതി ഇങ്ങനെ പൊക്കിയിട്ട്, ടു ലിഫ്റ്റ് സംതിങ് ആൻഡ് ഡിസ്പേഴ്സ് ഇറ്റ് എന്നുള്ളതാണ്. ഒരു സംഗതി പൊക്കിയിട്ട് അത് പിന്നെ ഡിസ്പേഴ്സ് ചെയ്യുക. ശരിക്കും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഉറക്കത്തിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. അവിടെ നമ്മുടെ ശരീരത്തെ നമ്മൾ പൊക്കിയിട്ട് പിന്നെ മനസ്സിനെ നമ്മൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യരുത്. അതാണ് അതിന്റെ പദം വരുന്നത്. ഒരു നല്ല ഷാർപ്പ് തിങ്ക് ചെയ്യുന്ന ആളായിട്ട്, അതായത് നന്നായിട്ട് ആലോചിക്കുന്ന ഒരാൾക്ക് യഖ്ലാനുൽ ഫിക്ർ എന്ന് പറയും. യഖ്ലാനുൽ ഫിക്ർ എന്ന് പറഞ്ഞാൽ ഹീസ് എ ഷാർപ്പ് തിങ്കർ. വളരെ ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ആള്, അങ്ങനെ ഉണ്ടല്ലോ. കൂടുതൽ മൂർച്ചയേറിയ ചിന്ത ഉള്ള ആളുകളുണ്ടല്ലോ, അവരെ യഖ്ലാനുൽ ഫിക്ർ എന്ന് പറയും കേട്ടോ. അപ്പൊ അതാണത് യഖ്ലാൻ. ഇനി റുഖൂദ്, റാഖിദിന്റെ ജമ്മാണ് റുഖൂദ്. അങ്ങനെ വരോ? റാഖിദ്, റുഖൂദ്. അതായത് റഖദ എന്ന പദമാണ് ശരിക്കും അതിന്റെ ഫിഅലായിട്ട് വരിക റഖദ. റഖദ എന്ന് പറഞ്ഞാൽ എന്താ? കിടന്നു എന്നർത്ഥം. ഉറങ്ങാൻ വേണ്ടി കിടന്നു എന്ന് മാത്രമല്ല, വളരെ സ്വച്ഛമായിട്ട് ഉറങ്ങണേനാണ് എന്ത് പറയാ? റഖദ എന്ന് പറയാ. 2 രൂപത്തിൽ ഈ റുഖൂദ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റുഖൂദ് റാഖിദ് എന്നുള്ളതിന്റെ ജം ആണ്. മറ്റൊന്ന് റുഖൂദ് എന്നുള്ളത് മസ്ദർ ആണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് വേർഡ്, ഐഡിയ, കിടത്തം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി അതിനെക്കുറിച്ച് പറയുന്നത് റാഖിദ് എന്ന് പിന്നെ അതിന്റെ ജമ്മായിട്ട് പറയൂല. കാരണം ഒരിക്കലും ഫാഇലിന്റെ ജമ്മായിട്ട് ഫഊല് വരില്ല എന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇമാം റാസിനെ എതിർത്തിട്ട് മറ്റു ചിലർ പറഞ്ഞേക്കണം അങ്ങനെയല്ല. റാഖിദ് പോലെ, റാഖിദ് റുഖൂദ് പോലെ വേറെ പല പദങ്ങളും വന്നിട്ടുണ്ട്. ഉദാഹരണം ജാലിസ്, ജുലൂസ് എന്ന് പറയാറുണ്ട് അറബി ഭാഷയിൽ. ഖുർആനില് റുക്കഇ സുജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹും അല്ല റുക്കഇ സുജൂദ്, തറാഹും റുക്കഅൻ സുജ, അവിടെ അല്ല സുജൂദ് എന്ന് പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്യുന്നവരായിട്ട് കാണാം. അപ്പൊ സാജിദിന്റെ ജമ്മായിട്ട് സുജൂദ് പറഞ്ഞിട്ടുണ്ട്. ഖാഇദിന്റെ ജമ്മായിട്ട് ഖഊദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പോൾ അത് വെച്ചിട്ട് മറ്റുള്ളവർ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും 2 വീക്ഷണമുള്ള, ഒന്ന് റുഖൂദ് എന്ന് പറഞ്ഞ ഒരു മസ്തറായിട്ടാണ്, മറ്റൊന്ന് അത് റാഖിദിന്റെ ജം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് അതിന്റെ ഒരു വിശദീകരണം. എനിവേ അതിന്റെ മീനിങ് എന്താ? മീനിങ് they are asleep, which means they are sound, they are having a sound sleep. വളരെ അഗാധമായ ഒരു ഉറക്കം
അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. സുക്കൂനുൽ ജസദ്, രാത്രിയും പകലും ഒക്കെ ഉറങ്ങണേനാണ് റുക്കൂദ് എന്ന് പറയാ. രാത്രി മാത്രം ഉറങ്ങണേന് എന്താ പറയാ? നായിം എന്നാ പറയാ. ഇപ്പൊ ഇവിടെ ശരിക്കും തഹ്സബുഹും മൈഖാലൻ വഹും നായിമൂൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവര് രാത്രി ഉറങ്ങുക. നാമ യനാമു എന്നത് രാത്രി ഉറങ്ങണേനാ പറയാ. പകൽ ഉറങ്ങണേനും രാത്രി പോലെ, അതിൽ രാത്രിയൊക്കെ ഡ്യൂട്ടി എടുത്തിട്ട് ഉറങ്ങുന്ന ആൾക്കും പറയും. പക്ഷെ മനാമുക്കും ബിൽ ലൈല് എന്ന് ഖുറാൻ പ്രയോഗിച്ചിട്ടുണ്ട്, രാത്രിയിലോട്ട്. ഇപ്പം ശരിക്കും അത് നാമ പറയുന്നതിന് പകരം, അല്ലെങ്കിൽ നായിമൂൻ എന്ന് പറയുന്നതിന് പകരം റുക്കൂദ് പറഞ്ഞതിന്റെ അർത്ഥം അവര് രാത്രിയും പകലും ഒക്കെ ഒരേപോലെ ഉറങ്ങുന്നു, ഒരേപോലെ രാത്രിയും പകലും ഉറങ്ങുന്നതിനാണ് റുക്കൂദ് എന്ന് പറയാം കേട്ടോ. എ കൈൻഡ് ഓഫ് സ്ലീപ്പ് ദറ്റ് ഗിവ്സ് യു കാംനെസ് ഇൻ യുവർ ബോഡി ആൻഡ് യുവർ ലിംസ്. നിങ്ങളുടെ ബോഡിയിലും നമ്മുടെ ശരീരത്തിലും അവയവങ്ങളിലും ഒക്കെ വളരെ ശാന്തമായ സ്വച്ഛമായ ഒരു സ്ലീപ്പ് നൽകുന്ന ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയാം? റുക്കൂദ് എന്ന് പറയാം. ഒരു പീസ്ഫുൾ സ്ലീപ്പാണ്, ഡിസ്റ്റർബിംഗ് സ്ലീപ്പ് അല്ല. എന്താ പറഞ്ഞ? ബ്യൂട്ടി സ്ലീപ്പ്. അങ്ങനെ ഉണ്ടോ? ബ്യൂട്ടി സ്ലീപ്പ് ഉണ്ടോ? ബ്യൂട്ടിഫുൾ സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ്. ബ്യൂട്ടിഫുൾ സ്ലീപ്പ് എന്ന് പറയുമ്പോ എന്താ? ഗാഠനിദ്ര. അങ്ങനെ പറയാം, ഗാഠനിദ്ര, ഡീപ്പ് സ്ലീപ്പ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയൂ, എന്നാ പറഞ്ഞോ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു. നോട്ട് എ ഡിസ്റ്റർബിംഗ് സ്ലീപ്പാണ്. അതായത് ചില ആളുകൾ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു ശബ്ദം കേട്ട ചാടി എണീക്കും. പക്ഷെ ചിലര് എത്ര ഭൂകമ്പം ഉണ്ടായാലും എഴുന്നേക്കൂല. അങ്ങനെയുണ്ട് ചിലര്, ലൈറ്റ് ഇട്ടാലും ചിലർക്ക്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ഒരു പീസ്ഫുൾ സ്ലീപ്പ്, ഇതിന്റെ ഒരു അവസ്ഥ നോക്കൂ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു, അത് നമ്മൾ അടുത്ത വാക്കിൽ പറയുന്നുണ്ട്, നുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ഷിമാല്. അള്ളാഹു ഇവരെ തിരിച്ചിടുന്നുണ്ട്, പക്ഷെ എന്നിട്ട് ഇവർ ഉറക്കത്തിന് എഴുന്നേക്കുന്നില്ല. അതാണ് റുക്കൂദ് എന്ന് പറയുന്നത്. തിരിഞ്ഞും മറിയും, ഇവർ തിരിയും മറിയും ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ്, നോട്ട് എ ഡിസ്റ്റർബിംഗ് സ്ലീപ്പ്. ഓക്കെ, ഇനി മർക്കദ് എന്ന് പറയും. എന്തിനാ മർക്കദ് എന്ന് പറയും? എന്തിനാ പറയാ? മത്താമ് പറയണ പോലെ, മജ്ലിസ് പറയണ പോലെ, മസ്ജിദ് പറയണ പോലെ. റഖദ എന്താ നമ്മൾ പറഞ്ഞത്? ഉറങ്ങുന്നു. മർക്കദ് ഉറങ്ങണ സ്ഥലം എവിടെ? ഖുറാനിൽ മർക്കദ് പറഞ്ഞേക്കണ? യാസീനിൽ. എങ്ങനെയാ? അതായത് എപ്പോഴാണത്? ഏത് സിറ്റുവേഷൻ അത്? ഏതാ രംഗം? അതായത് കാഹളത്തിൽ ഊതുമ്പോ മരിച്ചു കിടന്നവരൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു രംഗത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹു പറയാണ്, ഈ നിഷേധികളായിട്ടുള്ള ആളുകൾ, കാഫറുകളായിട്ടുള്ള ആളുകൾ, അവർ പറയുന്നത് കാലു മം ബഅസന മിൻ മർഖദിന, നമ്മൾ സുന്ദരമായിട്ട് ഉറങ്ങായിരുന്നല്ലോ, അവിടെ നിന്ന് ആരാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറയും. അവിടെ ഉപയോഗിച്ച പദം എന്താ? മർക്കദ്. അതായത് ഖബറല്ല പറയുന്നത്, ഖബറിന്ന് ഉള്ളതിനല്ല മർക്കദ് പറയുന്നത്. പിന്നെയോ ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം, ഈ വാചകം പറഞ്ഞിട്ട് ചിലര് പറയുന്നുണ്ട്, അങ്ങനെ ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ശിക്ഷയും ഖബറിൽ സ്വർഗത്തിന്റെ അനുഭവമൊന്നുമില്ല. കാരണം ഇവിടെ മർക്കദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കദ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കാഫറുകളും അത് അനുഭവിക്കുന്നുണ്ടല്ലോ, ആ ഉറക്കം. പക്ഷെ അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാല്, അത് കാഹളത്തിൽ ഊതുമ്പോൾ എല്ലാവരും, അപ്പൊ നിലവിലുള്ള സകല ആളുകളും മരിച്ചു പോകും, മലക്കുകളടക്കം എല്ലാവരും ഒരു ഉറക്കത്തിലേക്കാ പോവുക. അടുത്ത കാഹളത്തിൽ ഊതുമ്പോൾ അവർ എഴുന്നേൽപ്പിക്കും. അപ്പോഴാണ് ഇത് പറയുന്നത്. അതിന്റെ അർത്ഥം ഖബറിൽ നേരത്തെ മരിച്ചുപോയ ആളുകൾ ഖബറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചും അല്ല പറയുന്നത്. മറിച്ച് അന്ത്യനാളിൽ കാഹളത്തിൽ ഊതുമ്പോൾ, ആദ്യത്തെ കാഹളത്തിൽ ഊതുമ്പോൾ എല്ലാവരും മരിച്ചു വീഴും. ആദ്യം 3 തരം ഊത്തുണ്ട് അല്ലെ? ആദ്യത്തെ ഊത്തിൽ എല്ലാവരും വെപ്രാളപ്പെടുകയും ചെയ്യുക, പരിഭ്രാന്തരാവും. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കും. മൂന്നാമത്തെ ഊത്തിൽ എല്ലാവരും എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ മർക്കദ് പറയുന്നത്. അല്ലാതെ ഖബറിലുള്ള രക്ഷാശിക്ഷകളെ കുറിക്കാനൊന്നും അല്ല ഈ മർക്കദ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് ഡിസ്പ്യൂട്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഇനി തഹ്സബുഹും നമ്മൾ പറഞ്ഞല്ലോ. തഹ്സബുഹും എന്താ ആയിട്ട്? തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്.
അപ്പൊ മുലാരിയാണ് പ്രയോഗിച്ചത്. അതിന്റെ അർത്ഥം വേറൊരു വാചകം പറഞ്ഞിരിക്കുന്നത് ദിസ് ഹാപ്പൻ ഓവർ ആൻഡ് ഓവർ അഗൈൻ. അതായത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു കണ്ടിന്യൂസ് സിറ്റുവേഷൻ ആയിരുന്നു എന്നർത്ഥം. ഏത്? ഇവരിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു, ഇവരിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. അത് ഈ 300-309 വർഷം എത്രയാണോ അവർ ഉറങ്ങിയത് അത്രയും വർഷം ഒരു റിപ്പീറ്റഡ് സീനായിട്ട് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആവർത്തിച്ചു വന്ന ഒരു രംഗമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെടാ, ഓക്കെ. എന്ന് മാത്രമല്ല ഇത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. എന്താണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ. അവിടെയും പറഞ്ഞത് മുലാരിയായ പദം ഉപയോഗിച്ചിട്ട് ഒരു കണ്ടിന്യൂവേഷൻ പറഞ്ഞത്. ഇനി ഇബ്നു കസീർ ഇതിലെ ഒരു കമന്ററി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹു ഫളറബ്ന അല ആദാനിഹിം എന്നാണല്ലോ പറഞ്ഞത്, അല്ലെ? അവരുടെ ചെവി മൂടി, അല്ലെ? ചെവിയിൽ തഴുകിയപ്പോൾ അവർ ഒരു ശബ്ദവും കേൾക്കാതെ ഉറങ്ങി. പക്ഷെ കണ്ണുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം കണ്ണുകൾ ഉണർന്നു തന്നെ ഇരുന്നു. കണ്ണ് തുറന്നു വച്ചിട്ടാണ് അവർ ഉറങ്ങിയെന്നാണ് ആര് പറയുന്നത്? ഇബ്നു കസീർ പറയുന്നത്. അതിനെന്തിനാന്ന് വെച്ചാല് അതെന്തിനാ അങ്ങനെ അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത്? അവര് ആ ചുറ്റുമുള്ള സിറ്റുവേഷനെ കുറിച്ച് അവർക്കൊരു വിവരം ലഭിച്ചുകൊണ്ടിരുന്നു അവരുടെ ഉറക്കത്തിൽ പോലും എന്ന ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് കേട്ടാ. അതൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ ഖുർആൻ അത് പറയാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ സൂറത്തിൽ മൊത്തം അങ്ങനെയാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കുറച്ച് പറയാതെ വിട്ടിരിക്കുന്നു. പറയാതെ വിട്ടതിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ടാവും. അതൊന്നും നമ്മുടെ ഒരു യഖീനായിട്ടുള്ള ഇൽമായിട്ട്, ഉറപ്പായിട്ടുള്ള ഒരു ഇൽമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ മുത്തശാബിഹാത്തിൽപ്പെട്ട ഒരു സംഗതിയായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാലി, വി ടോസ് ആൻഡ് ടേൺ ദം ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അവരെ നാം എന്ത് ചെയ്യുന്നു? മറിച്ചിടുന്നു. അവിടെയാണ് നമ്മൾ കൽബിന്റെ അർത്ഥം പറഞ്ഞത്. അതായത് കൽബ് എന്നുള്ളത് ചിന്തകൾ മാറി മറിയുന്ന സ്ഥലമാണ്. അതുപോലെ നമ്മുടെ അവസ്ഥകൾ, ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറി മറിയുമല്ലോ. ഇപ്പൊ സന്തോഷമുള്ള ഒരു അവസ്ഥയാണ് ഹൃദയത്തിനെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദുഃഖമുള്ള അവസ്ഥ. ഇപ്പോ വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അസ്വസ്ഥതമായിട്ടുള്ള ഒരു ഹൃദയമായിട്ട് മാറാം. അപ്പോൾ ചിന്തകളും മാറി മറിയും, നമ്മുടെ അവസ്ഥകളും മാറി മറിയും. അതുകൊണ്ടാണ് കൽബിന് അങ്ങനെ പറഞ്ഞത്. അതല്ല നമ്മുടെ വിഷയം. ഈ കല്ലബ എന്ന പദം ഉപയോഗിക്കാൻ കാരണം എന്ന് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, അവർക്ക് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ അള്ളാഹ് ഇങ്ങനെ മറിച്ചിടണോ? ഈ മീൻ മറിച്ചിടുന്ന പോലെ? വേണ്ടല്ലോ. അല്ലാതെ തന്നെ അവർക്ക് സുന്ദരമായിട്ട് ഉറങ്ങാലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അള്ളാഹു ഇങ്ങനെ മറിച്ചിട്ടത്? അതാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഗതി ഇൻട്രസ്റ്റിംഗ് ആണ്. അതെന്താ പറയണെന്ന് വെച്ചാല് കേട്ടോട്ടാ, നുഖല്ലിബുഹും ടു ഫ്ലിപ്പ് ഇറ്റ് ഓവർ, ടേൺ സംതിങ് ഫ്രം വൺ സൈഡ് ടു ദ അതർ. ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മറിക്കുക, ഫ്ലിപ്പിംഗ് ഇറ്റ് ഓവർ. അതിനാണ് എന്ത് പറയാ, കല്ലവർ. അതായത് അള്ളാഹു അവരെ അവരുടെ അടുത്ത് തന്നെ അള്ളാഹു ഉണ്ടായിരുന്നു എന്ന ഒരു ബോധം അവർക്കും കൊടുക്കുന്നു. അതുപോലെ ഇത് പറഞ്ഞത് ഇങ്ങനെ വിശദീകരിച്ചത് ഇബ്നു സഅദി, അദ്ദേഹത്തിന്റെ തഫ്സീറിലാണ് ഇത് കാണാൻ സാധിക്കുക. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. അവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അവൻ തന്നെ അവരുടെ അവസ്ഥകൾ നേരിട്ട് കാണിച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അത് പറഞ്ഞു. മൂസാ നബിക്ക് ആ ചെങ്കടല് കടക്കാൻ വടി അടിച്ചിട്ട് വേണോ ചെങ്കടൽ പിളർത്താൻ? വേണ്ടല്ലോ. അള്ളാഹുവിനെ അതാണ് പിളർത്തി അവരാണ് രക്ഷിച്ചാൽ പോരെ. പക്ഷെ മാത്രമല്ല, വേറൊന്ന്, ഫിർഔനെ ചെങ്കടലിൽ തന്നെ മുക്കിക്കൊല്ലണോ? അത് വരുന്നതിന് മുമ്പ് തന്നെ മുക്കിക്കൊല്ലാലോ. പക്ഷെ എല്ലാറ്റിനും അള്ളാഹുവിന്റെ ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്താണ് ഇവിടെയും കാണിച്ചു തരുന്നത്. ഈ മനുഷ്യർ പിന്നെ ഇങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവരെ അള്ളാഹു സംരക്ഷിക്കുക. അത് ലിറ്ററലി അള്ളാഹുവിന്റെ ഒരു കെയറും. ഇപ്പൊ ഇവർ ചോദിച്ചാൽ എന്താ, നമ്മൾ അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. റഹ്മത്ത് ചോദിച്ചില്ലേ? റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഏത് പദത്തിനാണ് വന്നത്? റഹിം. എന്താണ് റഹിമിന്റെ അർത്ഥം? ഗർഭപാത്രം. വോംബ്, ഒരു മദേഴ്സ് വോംബ്. ഗർഭപാത്രത്തിൽ കുഞ്ഞെങ്ങനെയാ കിടക്കാം? തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, അല്ലെ? അതിന് സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ
കാരുണ്യം അള്ളാഹു കൊടുത്ത ഒരു രീതിയെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു. അത് ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നവരെ സംരക്ഷിക്കേണ്ടത് എന്ന പോയിന്റ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾ ഒരേ സൈഡിലേക്ക് തന്നെ ഉറങ്ങിയാൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവര്, നല്ല കിടപ്പിലായ രോഗികൾ, അവരെ നമ്മൾ തിരിച്ചിടണം, മറിച്ചിടണം എന്ന പാഠം കൂടി. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ദീർഘകാലം ഉറങ്ങുന്നവരെ, സ്വയം ചെരിയാനും അറിയാനും സാധിക്കാത്തവരെ സംരക്ഷിക്കേണ്ട രീതി കൂടി അള്ളാഹു പഠിപ്പിച്ചു തരുന്നതാണ് പറയുന്നത്. അപ്പൊ എത്ര ഓരോ പദപ്രയോഗങ്ങളിലുള്ള അള്ളാഹുവിന്റെ സൂക്ഷ്മത, അതിന്റെ കോംപ്രിഹെൻസീവ്നെസ് അല്ലെ, അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അതിന്. ഓക്കെ. പിന്നെ പ്രായമായവരെന്നെ ഇങ്ങനെ അസുഖമായിട്ട് കിടന്നാല് ഇങ്ങനെ ബാക്കെല്ലാം പൊട്ടുന്നില്ല, ഇപ്പൊ തിരിച്ചും മറിച്ചും കിടക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ശരീരത്തിൽ. സംരക്ഷിക്കുന്നല്ലേ. അതായത് ഈ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു രീതി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. എന്ന് മാത്രമല്ല, എന്തിനാണ് ഈ തിരിച്ചും മറിച്ചും ഇടുന്നത്? എന്തിനാ? ശരീരം പൊട്ടാതിരിക്കാൻ പ്ലസ് ഒരു ഫ്ലോ ചെയ്യണമല്ലോ. ഒരു മൂവ്മെന്റ്സ്, രക്തചംക്രമണം നടക്കണം അല്ലെ, രക്ത ഓട്ടം നടക്കണം, ബ്ലഡ് സർക്കുലേഷൻ നടക്കണം. അതും ഇതിന്റെ ഭാഗമാണ്. കാരണം ഇങ്ങനെ വരുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോഴാണ് ആ ശരീരത്തിൽ ഇതുണ്ടാവുക. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന് വേണമെങ്കിൽ ഇവരെ 300 ചില്ലാൻ വർഷം ഉറക്കാൻ ഇതൊന്നും വേണ്ട. എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അള്ളാഹുവിന് എന്ത് ചെയ്താൽ മതി, ഇവരങ്ങോട്ട് മരിപ്പിച്ചിട്ട് അസ്ഥിയാക്കിയിട്ട് ആ അസ്ഥി അങ്ങനെ കിടന്നിട്ട് 309 കൊല്ലം കഴിയുമ്പോൾ ആ അസ്ഥികൾ കൂട്ടിയോജിപ്പിച്ചിട്ട് അവർ ജീവിപ്പിച്ചാൽ പോരെ. അങ്ങനെയും ജീവിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു. ഇപ്പൊ ബനു ഇസ്രായേലിന്റെ ഒരു സംഭവം പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കഥ പറഞ്ഞ ഉടനെ അള്ളാഹു അത് പറയുന്നില്ലേ? എന്താണ് സൂറത്തുൽ ബഖറയില് 100 വർഷം ഉറക്കിയ ഒരാളെ കുറിച്ച്, ഔക്കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ അല്ലെ, ഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസ ഫൻദുർ ഇലാ ഹിമാരി അല്ലെ ഇലൽ ഇദാം. അവിടെ ആയത്ത് പറയുന്നിടത്ത് നിന്റെ കഴുതനെ നോക്കൂ, ആ കഴുത, പിന്നെ ഭക്ഷണം നോക്കൂ, നിന്റെ എല്ല് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോ ഇതൊന്നും വേണ്ട അള്ളാഹുവിന്. പക്ഷെ ഈ രൂപത്തിൽ തന്നെ അവർ ഉറക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു അടയാളം കൂടിയാണത്. എന്ന് മാത്രമല്ല, ഇത്തരം സിറ്റുവേഷനിൽ ആളുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്ന ഒരു പാഠം കൂടി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നു എന്നർത്ഥം. ഓക്കെ. ഇനി കൽബുഹുമ, ഒരു ജ്യൂസി പാർട്ടാണ് കൽബുഹും. നായനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ നായ ഹലാലാണോ ഹറാമാണോ? ഒരു ജ്യൂസി ഡിസ്കഷൻ ആണല്ലേ. നായ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് നായ ഹലാലാണ് പറ്റുമോ, പക്ഷെ അതിന്റെ ഒരു ഇതില്ല, പക്ഷെ ചില ആളുകൾ വിചാരിച്ച നായാന്ന് കേൾക്കുമ്പോ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, സംരക്ഷണത്തിന് വേണ്ടി വീട്ടിൽ വെക്കല്, അതൊരു അള്ളാഹ് നമ്മളെ സംരക്ഷിക്കാൻ. ചില ആളല്ലോ ഒരു കാവലാക്കിട്ടെല്ലാം നിർത്തുമല്ലോ നായനെ. അത് അള്ളാഹ് സംരക്ഷിക്കണേ പിന്നെ എന്തിനാ നിങ്ങൾ വാതിലടക്കണം? അള്ളാഹ് നമ്മളെ സംരക്ഷിക്കണം, പിന്നെ ഡോർ അടക്കണം. അത് കെട്ടിയിടണം, സെക്യൂരിറ്റി കെട്ടിയിടണം എന്ന് പറഞ്ഞ പോലെ അല്ലേ. എന്തിനാണ് സെക്യൂരിറ്റി? അള്ളാഹ് സംരക്ഷിച്ചോളില്ലേ. അപ്പൊ അതല്ല, നായനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നിങ്ങൾ അള്ളാഹു മുക്കല്ലിബീൻ, നായനെ പരിശീലിപ്പിക്കണതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നായനെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തിന്, ഈ പണ്ട് കാലത്ത് വേട്ടയ്ക്ക് നായ ഉപയോഗിച്ചിരുന്നു. ആ നായ കടിച്ചുകൊണ്ട് വരുന്നത് ചത്തുപോയാലും നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണ് നായനെ വിട്ടതെങ്കിൽ, നായ പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് ചത്തുപോയാലും കഴിക്കാം, അറുത്ത് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വായ് ആകപ്പാടെ ഒറ്റ സംഗതി ഉള്ളൂ. ഹലാലാണത്. ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ അറബ്സ് ചെയ്യുന്നുണ്ട്. ഹബാരി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പക്ഷിനെ പിടിക്കാൻ വേണ്ടിട്ട് ഈ നായനെ വിടുക. ഹുബാറ, അതെ, ഹുബാറ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷി. അതെ, ഈ നായയുടെ ആകെ ഒരു പ്രശ്നം, നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ നിങ്ങൾ അത് 7 പ്രാവശ്യം കഴുകണം. അത്ര ഹദീസിലുള്ളൂ. എന്തുകൊണ്ടാണ്? നായയുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ ദ്രാവകം, അതാണ് നജസ്. അതേ സന്ദർഭത്തിൽ നായെപ്പോലെ ഒരു നായക്ക് വെള്ളം കൊടുത്ത ഹദീസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ ആളുടെ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? അപ്പോ
ഇത് ഇവിടെ ചിലർ അതുകൊണ്ട് തന്നെ ഈ നായനെ കുറിച്ച് പറയാനുള്ള പേടി കാരണം അത് നായല്ല, അത് വേറെ എന്തൊക്കെയാണ് എന്നല്ല എന്നെല്ലാം പറഞ്ഞ് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നു, വകൽബുഹും, അവരെ സംരക്ഷിക്കാൻ ഒരു നായ ഉണ്ടായിരുന്നു, അവരോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു. അള്ളാഹു അത് എടുത്തു പറയുന്നു. ആ നായനെ പോലും അള്ളാഹു അനശ്വരനാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഗുഹാവാസികളെ മാത്രമല്ല, ഗുഹാവാസികളുടെ ഒപ്പം ഒരു നായയെയും അള്ളാഹു ഒരു ഇതിഹാസ ചരിത്രമാക്കി. ഹി ഈസ് എ ലെജൻഡ്. ഈ നായ ഒരു ലെജൻഡായിട്ട് മാറി. എന്നിട്ട് എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്? കൽബുഹും ബാസിത്തുൻ ദിറാഇഹി. ആ നായ അതിന്റെ കൈ ഇങ്ങനെ, ഈ മുഴങ്കൈ ഇങ്ങനെ നീട്ടി വെച്ചു. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഗ്രാമർ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ബസത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീട്ടി, ഇങ്ങനെ പരത്തി. ബാസിത്തുൻ ദിറാഇഹി നമ്മൾ പറഞ്ഞു. ദിറാഇന്റെ മുസന്നയാണ് എന്ത്? ദ്വിവചനം. ദിറാ എന്ന് പറഞ്ഞാൽ ഒരു കൈ. ദിറാആനി ആണെന്ത്? എന്ത്? രണ്ട് കൈയില് രണ്ട് കൈ. ഇരുകൈ. കലമാനി എന്ന് പറയുന്ന പോലെ. പക്ഷെ നസ്ബിന്റെ സ്ഥാനത്ത്, അതായത് മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്ത് വരുമ്പോൾ അത് ദിറാഐനി ആകും. യാവും നൂനും അതായത് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഷെയർ ചെയ്ത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് പെട്ടെന്ന്? ഓക്കെ, ഇപ്പൊ ഇതാ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഈ കാത്തിലും കറത്തല്ല, അതിനകത്ത് ഞാൻ വരാട്ടോ. ഇപ്പൊ കലമ്, കലം എന്താർത്ഥം? പേന. പേന. അത് രണ്ട് പേന എന്ന് കലമാനി. 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 ഇഷ്തറയിത്തു കലമൻ, അല്ലെ? ഞാൻ ഒരു പേന വാങ്ങി. രണ്ട് പേന വാങ്ങി എന്ന് എങ്ങനെ പറയും? കലമൈനി. കലമൈനി. അതാണ് കലമൈനി. രണ്ട് പേന വാങ്ങി. ഞാൻ അവന്റെ രണ്ട് പേന വാങ്ങി എന്ന് എങ്ങനെ പറയും? കലമൈനിഹി എന്നാ പറയാ? അല്ല, കലമൈഹി. ഇഷ്തറയിത്തു കലമൈഹി എന്ന് പറഞ്ഞാൽ കലമൈനി എന്നുള്ളത് അതിനോടൊപ്പം ഹ എന്നുള്ള ലമീർ ചേർത്തപ്പോ, ഹ എന്ന് പറഞ്ഞ ഹുവ, അല്ലെ? അല്ലെ? ഹുവാണ് ഹ, അല്ലെ? കലമൈഹി എന്നായി. അതുപോലെ ഇവിടെ ദിറാ കാണുന്നുണ്ടല്ലോ എല്ലാവരും സ്ക്രീൻ, അല്ലെ? ദിറാന്റെ ദിവചനം എന്താ? മുസന്ന എന്താ? ദിറാആനി. ഓക്കെ. ഇനി ബസത കൽബുൻ ദിറാഅഹു എന്നാ പറയാ. നായ അതിന്റെ കൈ, മുഴൻ കൈ ഇങ്ങനെ നീട്ടി. ഒരു കൈ. രണ്ട് കൈ നീട്ടി എന്ന് എങ്ങനെ പറയും? ബസത കൽബുൻ ദിറാഇഹി എന്നാണോ പറയാ? അങ്ങനെയാണോ പറയാ? അല്ല. എങ്ങനെ പറയും? ദിറാഇഹി. ഇതേ ബസത കൽബുൻ ദിറാഇഹി എന്നുള്ളത്, ബസത എന്ന് പറഞ്ഞ ഫീലാണോ ഫായിലാണോ? ഇസ്മാണോ ഫീലാണോ? അത് ഫീലല്ലേ? ഫീലാണ്. ഫീല് മാളിയാണ്, നീട്ടി. ബാസിത്ത് എന്ന് പറഞ്ഞാലോ? ഫായില്, നീട്ടുന്നവൻ. നീട്ടുന്നവൻ. ഈ ഫായില് ചിലപ്പോഴെങ്കിലും ഫീലിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ഇവിടെ ബസത്ത ഫീല്, കൽബ് അതിന്റെ ഫായില്, ദിറാഇഹി എന്നുള്ളത് എന്താ? മഫൂല്. മഫൂല് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, അതിന്റെ ഒബ്ജക്റ്റ്, അല്ല സോറി, ഇത് വെർബിന്റെ സബ്ജക്റ്റ് ഇത്, അതിന്റെ പ്രെഡിക്കേറ്റ് ഇത്. ഓക്കെ. ഇവിടെ അറബി ഭാഷയില് ഈ ബസത്ത ഉപയോഗിക്കുന്നത് പോലെ തന്നെ, ഫീൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇസ്മു ഫായിലും ഉപയോഗിക്കാം. ബാസിത്തുൻ കൽബുൻ ദിറാഇഹി എന്ന് പറയാം. കൽബ് നേരത്തെ പറഞ്ഞത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ബാസിത്തുൻ ദിറാഇഹി എന്ന് പറഞ്ഞു. ബാസിത്തുൻ, കണ്ടാ? വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി. അപ്പോ ഈ ദിറാഇഹി എന്നുള്ളത് ഏത് സ്ഥാനത്തുള്ളത്? മഫൂലും ബിയുടെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ടാണ് ദിറാഅഹു എന്ന് പറയാതെ ദിറാഇഹി എന്ന് പറഞ്ഞത്. ഗ്രാമർ അറിയുന്നവർക്ക് കുറച്ച് വേഗം തിരിയും.
മറ്റുള്ളവര് കണ്ണു മിഴിച്ചിരുന്നിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ദിറാഹു എന്ന് പറയാതെ ദിറാഹി എന്ന് പറഞ്ഞു? അതിനൊരു മോളിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ അതാണ്. ഇപ്പോ കാത്തിലുൻ ബക്കറത്തൻ, മനസ്സിലായ? ഇനി അതിന്റെ ഒരു വേറൊരു ഫോമാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ട ബാസിത്തുൻ ദിറാഹി, ഇവിടെ മുലാഫും മുലാഫിലൈഹിയും ആയിട്ട് പറയുമ്പോൾ കാത്തിലുൻ ബക്കറത്തൻ എന്ന് പറഞ്ഞാല് ഒരു പശുവിനെ ഞാൻ കൊല്ലാൻ പോവാണ്. അന കാത്തിലുൻ ബക്കറത്തൻ, പശുവിനെ ഞാൻ കൊല്ലാൻ പോവാണ്. അന കാത്തിലു ബക്കറത്തിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പശുവിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പശുവിനെ ഞാൻ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറയാൻ വേണ്ടി അന കാത്തിലുൻ ബക്കറത്തിൻ മുലാഫ് മുലാഫിലൈഹി ആയിട്ട് പറയും. പക്ഷെ അന കാത്തിലുൻ ബക്കറത്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പശുവിനെ കൊല്ലാൻ പോവുകയാണ്. കാണുമ്പോൾ ഇത് രണ്ടും ഒന്നായിട്ട് വിചാരിക്കും, പക്ഷെ മീനിങ്ങിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. സോ മനസ്സിലാവാത്തതുകൊണ്ട് വിഷമിക്കണ്ട. ഇത്രേ ഉള്ളൂ. ഇവിടെ ബാസിത്തുൻ ദിറാഇഹി എന്നല്ല പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ കൈ ഇങ്ങനെ വിരിച്ചിട്ട് അവനിങ്ങനെ ആ രംഗം കൈയടക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സിറ്റുവേഷന്റെ കണ്ടിന്യൂവിറ്റി കുറിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ പറയാതെ ബസത്ത ദിറാഇഹി എന്ന് പറയാതെ ബാസിത്തുൻ ദിറാഇഹി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ ദാറ്റ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്. ഡൗട്ട് ഉണ്ടോ? ഒന്നും തിരിയാത്തവരുണ്ടാ? ഒന്നും തിരിയാത്തവരുണ്ടാ? ഉണ്ടാവും, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് ഗ്രാമർ കേട്ടോ. ഓക്കെ, കുറച്ചൊക്കെ ഗ്രാമർ തിരിയുന്നവർക്ക് അത് വേഗം മനസ്സിലായിരുന്നു. ഇനി ഇതുപോലത്തെ ഈ ബാസിത്തുൻ ഇതേപോലെ അള്ളാഹു ഇതേപോലെ ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആദം നബിയുടെ മക്കളെ കുറിച്ച് പറയുന്നിടത്ത് ലഇൻ ബസത്ത ഇലയ്യ, ലഇൻ ബസത്ത ഇലയ്യ, ഇലയ്യ യദക ലിതഖ്തുലനി ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ലിഅഖ്തുലക് ലിഅഖ്തുലക്. ഇത് കേട്ടണ്ട? ഈ ആയത്ത് കേട്ടതോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. സൂറത്ത് മാഇദയിൽ അത് പറയുന്നത് എന്താ അതിനർത്ഥം? അതായത് ഹാബീൽ പറയാണ് കാബീലിനോട്, ലഇൻ ബസത്ത, നീ നീട്ടിയാൽ, ഇലയ്യ എന്നിലേക്ക്, യദക നിന്റെ കൈ നീ നീട്ടിയാൽ എന്നിലേക്ക്, എന്തിന്? ലിതഖ്തുലനി എന്നെ കൊല്ലാൻ നീ നിന്റെ കൈ എന്റെ അടുത്തേക്ക് നീട്ടിയാൽ, മാ അന ബിബാസിത്തിൻ ഞാൻ നീട്ടുകയില്ല, യദിയ മാ അന ബിബാസിത്തിൻ യദിയ എന്റെ കൈ ഞാൻ നീട്ടുകയില്ല. കണ്ട, ശരിക്കും അതേ പദം ബാസിത്തുൻ ദിറാഇഹി എന്ന് ആ കൽബിനെ കുറിച്ച് പറഞ്ഞ അതേ പദം ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചു ഈ ഹാബീലിന്റെ വാക്കിലൂടെ. ഞാൻ ഒരിക്കലും എന്റെ കൈ നീട്ടുകയില്ല, ലിഅഖ്തുലക്, വളരെ മനോഹരമായ ഒരു പാഠം അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വേറെ തന്നെ വിഷയമാണ്, പക്ഷെ അത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം കേട്ടോ. ഓക്കെ, സോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ദിറാ അതാണത്. ഇനി അതിനകത്തുള്ള മറ്റു ചില പാഠങ്ങള് ഒരു സംശയം ചോദിച്ചോട്ടാ. ചോദിച്ചോ. കാദ്യാനി എന്ന് പറഞ്ഞ ഇത് എങ്ങനെ, എന്താ അതിന്റെ ഓരോ വിശ്വാസം? കാദിയാനിയോ? കാദ്യാനി എന്ന് പറഞ്ഞ ആൾക്കാർ അതിപ്പോ ഞാൻ പറയണോ? ഇപ്പൊ ഇതിന്റെ ഒപ്പം ഇതുമായിട്ട് ബന്ധമുള്ളതാണോ ചോദിക്കണേ? അല്ല, അതൊരു കാദ്യാനിന്റെ കേട്ടോണ്ട് അവരെ ഏത് ഇതിലാ വിശ്വസിക്കുന്ന? ഞാൻ ഇതിന് ശേഷം പറയാം കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. ക്ലാസ് അവസാനം വരെ ഉണ്ടാവൂലേ? ഓക്കെ, കാരണം ഇത് നമ്മുടെ ഈ ടച്ച് വിട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, കാദിയാനി ഏത് വിഭാഗത്തിൽപ്പെട്ട അവരുടെ വിശ്വാസം എന്താന്നല്ലേ അറിയണ്ട അല്ലേ? അതെ അതെ. ഓക്കെ, അത് പറയാം കേട്ടോ, ഇതിന്റെ ശേഷം പറയാം. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെങ്കിലും അതുമായിട്ട് ഇതിനെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. എങ്ങനെ? അല്ല, അതിങ്ങനെ
ഉസ്താദിനെ പോലത്തെ ആളോട് ചോദിച്ചാൽ അതിന്റെ സംശയം ഓക്കെ തീരും. ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറയാം അത് ആ ലാസ്റ്റ് പറയാം. ഓക്കെ നമ്മൾ ആ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് അത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ശരി, ആ ഇൻഷാ അല്ലാ. അങ്ങനെ പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ പിന്നെ ഇതുപോലെ തന്നെ മലക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് ഒരു സ്ഥലത്ത് ബാസിത്തു ഐദീഹിം, മലക്കുകൾ അവരുടെ പിന്നെ നബിയുടെ ലൂത്ത് നബിയുടെ കഥ പറഞ്ഞു. അതെ അതെ, കറക്റ്റ്. അവരുടെ കൈ ഇങ്ങനെ അതായത് ഈ ലൂത്ത് നബിയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അപ്പോഴാണോ അതായത് ഇബ്രാഹിം നബിയുടെ ഭക്ഷണത്തിന്റെ കൈ നീട്ടി തന്നു. ഭക്ഷണത്തിന് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലൂത്ത് നബിയുടെ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് കയറിയിട്ടാ പോകുന്നത്. ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും തമ്മിലുള്ള ബന്ധമല്ല, സഹോദര പുത്രനാണ്. ഇബ്രാഹിം നബിയുടെ സഹോദര പുത്രനാണ് ആര്? ലൂത്ത് നബി. അപ്പോ അലൈഹിമുസ്സലാം. അപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മറ്റേ പശുക്കുട്ടീനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് കൊടുത്തു. പക്ഷെ അവരുടെ കൈ ഈ ഭക്ഷണത്തളികയിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇതാരല്ല, മനുഷ്യന്മാരല്ല. കാരണം മലക്കുകൾക്ക് ഭക്ഷണം വേണ്ട. അവിടെ പ്രയോഗിച്ച പദം ബാസിത്തു ഐദീഹിം എന്നാണ്. അവര് ഭക്ഷണത്തളികയിലേക്ക് അവരുടെ കൈ നീളുന്നത് കാണുന്നില്ല എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, വലാത്ത ബസുത്ത് ഹക്കുല്ലൽ ബസ്, അതായത് കൈ ഇങ്ങനെ അഴിച്ചിടുന്നതിന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് ചെലവഴിച്ച് ഉള്ളത് മുഴുവൻ ചെലവഴിച്ച് കളയുന്നതിന് ദൂരത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ബസത്ത എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പ്രയോഗമാണ് അത് കേട്ടോ. ഓക്കെ, ഈ എല്ലാത്തരം ആനിമൽസും അവരുടെ ഈ കൈ ഇങ്ങനെ നീട്ടുന്നതിന് ഈ ബസത്ത എന്നുള്ള പദം പറയും. ചില ആനിമൽസ് അത് എപ്പോഴാ ചെയ്യുക? കൈ ഇങ്ങനെ നീട്ടുന്നത് എപ്പോഴാ? അതിങ്ങനെ കൈയൊക്കെ നീട്ടണ കാണുമ്പോൾ മനസ്സിലാക്കിക്കോ, ഒരു കടുവ ഇങ്ങനെ കൈയൊക്കെ നീട്ടി, അല്ലെങ്കിൽ ഒരു ലയൺ ഇങ്ങനെ കൈയൊക്കെ നീട്ടി നിന്ന എന്താ മനസ്സിലാക്കണ്ട? ഓടാനുള്ള സമയം, ഓടാൻ പറ്റുമെങ്കിൽ ഓടാനുള്ള സമയമാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതെ ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ നിൽക്കലേ നിവൃത്തിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. അതാണ് ബസത്ത. അതിനും പറയാം ബസത്ത എന്നാണ് പറയാ കേട്ടോ. ഓക്കെ, അപ്പം ഇതൊരു ശരിക്കും വലിയൊരു രംഗമാണ്. ഈ നായ ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്ന രംഗം എന്ന് പറയുന്നത് വളരെ ഒരു ഭീകരമായ രംഗമാണ്. ആ ഭീകരമായ രംഗം അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? അതായത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് എത്ര സംരക്ഷണമുള്ള കൊടുത്തെന്ന് നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞ? സൂര്യനെ കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലെ? സൂര്യന്റെ പ്രകാശം അവരുടെ മുഖത്ത് ഏൽക്കാതെ, അവരുടെ ശരീരത്തിൽ ഏൽക്കാതെ അവരെ രക്ഷപ്പെട്ടു. ഇപ്പോഴോ ഇവരെ ഉറക്കിക്കിടത്തിയിട്ട് അവരെങ്ങോട്ട് തിരിച്ചും മറിച്ചു വിട്ടു. എന്ന് മാത്രമല്ല, ഒരു വലിയ ഭീകരമായ ഒരു നായയെ അതിന്റെ കൈ. ഇപ്പൊ നായ ഉറങ്ങിയോ? നായ ഉറങ്ങിയിട്ടുണ്ടാവോ? അത് ചോദിക്കാൻ പോണം. നായ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ ചോദിക്കണം എന്ന് മനസ്സിൽ തോന്നി. തോന്നിയല്ലേ? നിങ്ങൾ മനസ്സിൽ തോന്നുമെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാനത് പറഞ്ഞത്. നായ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ? നായ ഉറങ്ങിയാ പിന്നെ പോയില്ലേ, നായയുടെ പണി നടക്കൂലല്ലോ. അപ്പൊ നായ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ? നായ വരെ നോക്കാണ്. നായനെ കീഴ്പ്പെടുത്തി. അപ്പൊ ആകാശത്ത് സൂര്യനെയും കീഴ്പ്പെടുത്തി, ഭൂമിയില് നായനെയും കീഴ്പ്പെടുത്തി. അള്ള തന്നെ നേരിട്ട് വന്ന് ഇവരെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ രക്തയോട്ടം നേരിട്ട് എന്ന് പറഞ്ഞാൽ നുക്കല്ലിബും അള്ള പറയണ ഞാനാണ്. അള്ള നേരിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ള അങ്ങനെ ഒരു നമ്മൾ നേരിട്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ അള്ള ചെയ്യാ. അള്ളാഹ് അവിടെ നിന്ന് കുൻ ഫയക്കൂൻ അതെ, എല്ലാം അങ്ങനെയാണല്ലോ. സൂര്യനും ചന്ദ്രനും ഒക്കെ നിയന്ത്രിക്കുന്നത് അങ്ങനെയല്ലേ. ഓക്കെ, ചിലര് ഈ നായനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ നായല്ല, അതൊരു വലിയ സിംഹമാണ്. അതിന് കാരണം അവർ പറഞ്ഞത് സിംഹമാണ്. കാരണം ഈ ഭീകര ഇതൊക്കെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലർ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും കേട്ടാൽ ചിലത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഉറക്കം വരൂല. അപ്പൊ അവർ പറഞ്ഞിട്ട് ഇത് നായല്ല സിംഹമായിരുന്നു. കാരണം അവർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ? എന്താ പ്രാർത്ഥിച്ച? ഉത്തുബ ബിൻ അബീ ലഹബ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികൾ അദ്ദേഹത്തിന്റെ ധാരാളമായിട്ട് ഉപദ്രവിച്ച ഒരു ഘട്ടത്തില്
പ്രവാചകൻ ഉത്തുബയെ കുറിച്ച് ഒരു ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്താണ്? അള്ളാഹുവെ, നിന്റെ കിലാബുകളിൽപ്പെട്ട ഒരു കൽബിനെ കൊണ്ട്, അതായത് കിലാബിൽപ്പെട്ട ഒരു കൽബിനെ കൊണ്ട്, നിന്റെ നായ വംശത്തിൽപ്പെട്ട ഒരു നായയെ കൊണ്ട് അവനെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ സംഭവം ആരെങ്കിലും ഓർക്കണ്ടോ? ഞാനും ആ സംഭവത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു രംഗം ഓർക്കണല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിമുട്ടിച്ച് പിന്നെ പ്രവാചകൻ ഒരു മകളെ വിവാഹം കഴിച്ചിരുന്ന ആളാണോ ഉത്തുബാന്ന് സംശയമുണ്ട്. അതെ അതെ, മകളെ ആ കല്യാണം കഴിച്ച ആളാണ്. എന്നിട്ട് അവര് കാർക്കിച്ച് തുപ്പൊക്കെ ചെയ്തു. ആ സമയത്താണ് കറക്റ്റ്. പ്രവാചകന് വിഷമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് അത്. കറക്റ്റ്, അതാണ് അത് സംഭവം. അതായത് ആ പ്രവാചകന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക്. അള്ളാഹുവെ, നിന്റെ നായകളിൽപ്പെട്ട ഒരു നായയെ കൊണ്ട് അവന്റെ മേൽ ആധിപത്യം ചെലുത്തണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അവസാനം ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു യാത്ര, ഒരു കച്ചവട സംഘത്തിന്റെ ഒപ്പം ഈ ഉത്തുബ ബിൻ അബൂലഹബിന്റെ മോൻ യാത്ര പോകുമ്പോൾ ഒരു വലിയ സിംഹം വന്നിട്ട് അവനെ കടിച്ചു കീറി കൊല്ലുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട് ചിലർ പറയുന്നുണ്ട്, ഈ കൽബ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൽബല്ല, മറിച്ച് അസദാണ് എന്ന് ചിലർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുപടി എന്താന്ന് വെച്ചാൽ, ലയൺ നായവംശത്തിൽപ്പെട്ടതാണോ അതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ഇത്രേ ഉള്ളൂ: ഇവനെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ആ ഒരു രൂപത്തിലുള്ള ഒരു മരണം അവന് ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? പ്രവാചകൻ പ്രാർത്ഥിച്ച നായനെ തന്നെ ആയിരിക്കും, പക്ഷെ അള്ളാഹ് അതിലും വലുത് കൊടുത്തു എന്നർത്ഥം. ഏതുപോലെ നൂഹ് നബി അലൈഹി സ്വലാമക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഒരു ഇസ്തിഗ്ഫാർ ചെയ്താൽ തന്നെ ഒരുപാട് പ്രതിഫലം കൊടുത്തല്ലോ. അപ്പൊ അതുപോലത്തെ പ്രാർത്ഥന അങ്ങനെയാണ് പ്രാർത്ഥനയുടെ ഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് അർത്ഥം. അപ്പൊ ഓക്കെ, ഇത് പിന്നെ ഇമാം ഷൻഖീത്തി ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പിന്നെ നമ്മൾ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഈ നായയുടെ നമ്മളുടെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ, സുജൂദിൽ അങ്ങനെ ചെയ്യരുത്. ഇഅ്തദിലു ഫി സുജൂദ്, നിങ്ങൾ സുജൂദിൽ ഇഅ്തിദാൽ കാണിക്കണം. ലാ യബ്സുത്തു അഹദക്കും ദിറാഇഹി കംബിസാത്തിൽ ഖൽബ്. നായ കൈ വെക്കുന്നത് പോലെ സുജൂദിൽ ഇങ്ങനെ കൈ വെക്കരുത്. ചില ആളുകൾ അങ്ങനെ സുജൂദ് ചെയ്യണ കാണാം. എങ്ങനെ? കൈ ഇങ്ങനെ കംപ്ലീറ്റ് നിലത്ത് വെച്ചിട്ട് സുജൂദ് ചെയ്യരുത്. മറിച്ച് സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈപ്പത്തിയാണ്, എന്നിട്ട് ബാക്കി പൊങ്ങി നിൽക്കണം. അത് ആണുങ്ങൾ ശരിക്കും വിശാലമാക്കി വെക്കണം, പെണ്ണുങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കണം. അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ ഒരിക്കലും കൈ ഇങ്ങനെ കിടത്തിയിടരുത്. എന്നാൽ പിന്നെ എന്തായാലും സുജൂദ് ചെയ്യണം, എന്നാൽ പിന്നെ എല്ലാം കൂടി ഒരു ഒറ്റ കിടത്തം എന്ന് പറഞ്ഞിട്ട് നായ കിടക്കുന്നത് പോലെ ആരും കിടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനാണ് ഇംബിസാത്തുൽ കൽബ് എന്ന് പറയുന്നത് കേട്ടാ. അത് ഈ പറഞ്ഞതിന്. ഇനി വസീദ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ചിലര് ഈ നായയുടെ കളറ്, പിന്നെ അതിന്റെ നീളം, അതിന്റെ വലിപ്പം, അതിന്റെ വാല്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ നൂഹ് നബിയുടെ ഷിപ്പിന്റെ വലിപ്പം പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് സംഗതി. അതൊന്നും ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതൊന്നും അള്ളാഹ് വിട്ടുകളഞ്ഞ അത്തരം സംഗതികളൊന്നും നമ്മൾ പറയണ്ടല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ അക്കമ്പനി അല്ലെ, അവരുടെ ഒരു സഹവാസത്തിന് വേണ്ടി ഒരു നായയെ തെരഞ്ഞെടുത്തു. ആ നായയെ അള്ളാഹു അനശ്വരനാക്കി. ആ നായയ്ക്കും ഏറ്റവും നല്ല ഒരു പദവി നൽകി അള്ളാഹു ആദരിച്ചു. എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരോടൊപ്പം കൂടുന്ന ഏതൊരാൾക്കും, അവർ ആ നല്ല മനുഷ്യരോടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ പദവിയും ഉയർത്തും എന്നർത്ഥം കേട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മത്തസ്സാ, എപ്പോഴാണ് റസൂല് അന്ത്യനാള്? അപ്പോ റസൂല് അന്ത്യനാൾ എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ റസൂല് അയാളോട് തിരിച്ചു ചോദിച്ചു, മാതാ അഅദത്തലഹ, അന്ത്യനാൾ എപ്പോഴും ആവട്ടെ, നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയത്? അപ്പൊ അയാൾ പറഞ്ഞു, റസൂലെ, ഞാന് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എൻ്റെ നമസ്കാരം 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുന്നു, പിന്നെ നോമ്പെടുക്കുന്നു റമദാനില്, പിന്നെ ഒരു കാര്യം, അന ഉഹിബ്ബുല്ലാഹ് വ റസൂലഹു, ഞാൻ നോമ്പും നിസ്കാരമൊക്കെ കഴിച്ചാൽ പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു. അപ്പോൾ റസൂല് പറഞ്ഞു, എങ്കിൽ
ആള് പറഞ്ഞത് ലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. അപ്പൊ റസൂല് പറഞ്ഞു ഫഅൻത മഅ മൻ അഹ്ബബ്ത, ഫഅൻത മഅ മൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചവരുടെ ഒപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യരെ, നല്ല പ്രവാചകന്മാരെ, സിദ്ദീഖീങ്ങളെ, ശുഹദാക്കളെ, സാലിഹീങ്ങളെ, ആ സിദ്ദീഖീങ്ങളെയൊക്കെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഒപ്പം നമുക്ക് സ്വർഗത്തിലും സ്ഥാനം, ഈ ഭൂമിയിൽ തന്നെയും അവരോടൊപ്പമുള്ള കമ്പനി നമുക്ക് എന്ത് തരും? വലിയ ഉയർന്ന സ്ഥാനം നേടിത്തരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി ഇവിടെ വേറൊരു സംഗതി, ഇവിടെ നമ്മൾ ആ ആയത്ത് പറഞ്ഞ കുറച്ചും കൂടെ വിശദീകരിക്കേണ്ട. അതായത് എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ് കൂടെ കേട്ടാ. എന്താണ്? ലവിത്തലഅത അലൈഹിം, താങ്കൾ അവരെ കണ്ടാൽ ലവല്ലൈത മിൻഹും ഫിറാറൻ, അവരിൽ നിന്ന് എന്ത് ചെയ്യും? ഓടിപ്പോകും. വല്ലൈത്ത വല്ല നമ്മൾ പറഞ്ഞ എന്ത്? വല്ലയ്ക്ക് എന്താ പറഞ്ഞ അർത്ഥം പറഞ്ഞ? പിന്തിരിഞ്ഞു. വലായലിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു അർത്ഥം പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? വലായലി, ചേർന്ന് നിൽക്കുക. അതിന്റെ ഓപ്പോസിറ്റ് മീനിയാണ് വല്ല. വല്ല എന്ന് പറഞ്ഞാൽ തീ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കലാണ്. തീ ജ്വലിക്കുന്നതിന് പറയൂലേ വല്ല? എങ്ങനെ? തീ ജ്വലിക്കുന്നതിന് പറയൂലേ വല്ല? വലിയ അറബികൾ പറയില്ല, തുവല്ല എന്ന് പറയുന്നില്ലേ? തീ ഇങ്ങനെ അതല്ല, അത് വല എന്നുള്ള പദമാണത്. വല എന്ന് പറഞ്ഞ ജ്വലിക്കുക. അത് വല, അതായത് ജ്വാല, തീ ജ്വാലയ്ക്ക് വല എന്ന് പറയും. അയിനുണ്ട് അവിടെ, വലിയായിരിക്കും അയിനുണ്ട്. വലിയ അടുത്ത ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ആൾക്കാണ് വലിയ എന്ന് പറയാം. പക്ഷെ വല്ല എന്ന് പറഞ്ഞാൽ ദൂരേക്ക് മാറി എന്നർത്ഥം. ഇപ്പോ അങ്ങനെയുണ്ട് ചിലപ്പോ പദം. ഇപ്പൊ തഅല്ലമ, അറബിയിൽ എന്താ? തഅല്ലമ, പഠിച്ചു. അല്ലമ എന്ന് പറഞ്ഞാലോ? പഠിപ്പിച്ചു. അപ്പോ ഈ വല്ലയ്ക്ക് വല്ല നമ്മൾ ഒരാളെ പിന്തിരിപ്പിച്ചു. സ്വയം പിന്തിരിയണേന് എന്താ പറയാ? തവല്ല. അല്ലമ പോലെ തവല്ല. പക്ഷെ വല്ലയ്ക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ സ്വയം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നു, മറ്റുള്ളവരെ മാറ്റിക്കളയുന്നു. അതിനും ഇതേ പദമാണ് ഉപയോഗിക്കുക കേട്ടോ. വല്ലൈത്തൽ അമ്ര എന്ന് പറയും, ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുന്നതിന്, ഒരു ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. അതിനും വല്ലൈത്തൽ അമ്ര എന്ന് പറയും. വലിയുൽ അമ്ര നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അപ്പൊ ഇവിടെ ഈ ഇമേജ് എന്താ? ഈ രംഗം കണ്ടാൽ താങ്കൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു ഓടുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് പോകാൻ നിൽക്കണമെങ്കിൽ അവരെ ഓടിച്ചു കളയും. കാരണം അങ്ങോട്ട് പോവല്ലേ, കാരണം അത് ഭയങ്കര ഭീകരമായ രംഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഓടിച്ചു കളയും. ഫിറാർ എന്ന് പറഞ്ഞാൽ ഫ്ലീയിങ് ഡെസ്പറേറ്റ്ലി, ഒരു നിരാശ, ഒരു രക്ഷയില്ലാതെ ഓടുന്നതിനാണ് എന്ത് പറയാം? ഫിറാർ. സാധാരണഗതിയിൽ ഫിറാറൻ എന്നുള്ളത് അങ്ങനെ പറയാം. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ വേറൊരു ഫിറാർ ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തു ദാരിയാത്തിൽ. ഫിറു ഇലല്ലാ, ഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ സംഗതിയെയും വിട്ടിട്ട്, മറ്റെല്ലാത്തിനെയും നിരാശയും കളഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കണം. എങ്ങനെയാണോ നിങ്ങൾ ഒരു സംഗതിയിൽ നിന്ന് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നത്, അതുപോലെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫിറു ഇലല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഫിറാർ എന്ന് പറഞ്ഞാൽ അതാണ്. ഫറത്ത് മിൻ കസ്വറ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? സൂറത്തുൽ മുർസലാത്തിലല്ലേ? ഫറത്ത് മിൻ കസ്വറ, ഒരു സിംഹത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു ആളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അള്ളാഹു ഫറത്ത് മിൻ കസ്വറ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫിറു ഇലല്ലാ എന്നുള്ളിടത്ത് നേരെ തിരിച്ചാണ് അർത്ഥം. എന്ത്? അള്ളാഹുവിലേക്ക് പ്രതീക്ഷയോടെ ഓടിയെടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ നിരാശയോടെ ഓടുന്നത്, അതിന് അപ്പുറത്ത് അള്ളാഹുവിലേക്ക് പ്രതീക്ഷയോടെ ഓടുക എന്നുള്ളതിന് ഫിറു ഇലല്ലാ എന്ന് പറയുന്നത്. അതെ. വലമുലിഅത മിൻഹും റുഅബ, നിങ്ങൾ പേടിച്ച്. റുഅബിന്റെ അർത്ഥം എന്താ? എക്സ്ട്രീം ഫിയർ ആണ്, അതിഭയങ്കരമായ പേടിയാണ്. നിങ്ങളെ ചിന്തയിൽ നിന്ന് അകറ്റിക്കളയുന്ന പേടിക്കാണ് എന്ത് പറയാ? റുഅബ് എന്ന് പറയാം. വഖദഫ ഫീ ഖുലൂബിഹിം റുഅബ എന്ന് സൂറത്തുൽ ഹശറിൽ മറ്റേ ജൂതന്മാരുടെ മനസ്സിൽ ഇത് ഭയം നിറച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അവരുടെ അഹ്സാബില് ഈ സഖ്യകക്ഷികൾ വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു റുഅബ് നിറച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ചെറിയ വിശദീകരണം. നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ നായനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നായ മരിച്ചിട്ട് നായയുടെ സ്കെലിറ്റൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സ്കെലിറ്റൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നിന്നതാണെന്ന്. എവിടെ നിന്നാണ് ഈ അർത്ഥം കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയൊക്കെ ആളുകൾ പലതും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കും,
ഗുഹാവാസികളുടെ കഥയൊക്കെ വായിക്കുമ്പോൾ, നോവലൊക്കെ വായിക്കണ പോലെ ഇങ്ങനെയൊക്കെ കേൾക്കും. നായയല്ല, സിംഹമാണ്. നായയല്ല, നായ ജീവനോടെ ഉണ്ടായിരുന്നില്ല. നായയുടെ സ്കെൽറ്റനാണ് അവിടെ ഉണ്ടായിരുന്നത്. പച്ച മലയാളത്തിൽ അള്ളാഹ് പറയണ ബാസിത്തുൻ, അല്ല പച്ച അറബിയിൽ, അല്ലെ പച്ച മലയാളത്തിൽ, പച്ച അറബിയിൽ അള്ളാഹ് പറയണ ബാസിത്തുൻ ദിറാഇഹി, കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നായ അവിടെ ഇരിക്കണ കണ്ട പേടിച്ചോടും എന്ന് പറയുമ്പോൾ സ്കെൽറ്റൺ ഒന്നുമല്ല, ജീവനോടെ അവിടെ ഇരുന്ന നായയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഈ പാഠഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ചെറുതായിട്ട് നേരത്തെ ഇവിടെ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നമുക്ക് ഗുഹാവാസികൾ നടക്കണതിന്റെ ഒപ്പം തന്നെ നായ അവരെ ഒപ്പം പോയിട്ടുണ്ട് അല്ലെ? പോയിട്ടുണ്ട്. ഇനി പോയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവരവിടെ എത്തിപ്പെട്ടതിന് ശേഷം അവരോടൊപ്പം ചേർന്ന നായയാകാം, അതൊന്നും അള്ളാഹ് പറയുന്നില്ല. ബട്ട് എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇത്തിരി നല്ല എലീറ്റ് ഫാമിലിയാണ്, അല്ലെ, വളരെ നോബിൾ ഫാമിലിയാണ്, കുലീന കുടുംബത്തിൽപ്പെട്ടവരാണ്. കുലീന കുടുംബത്തിലൊക്കെ അല്ലേ ഒരു നായന, അത്ര അൾസേഷൻ നായനൊക്കെ വളർത്തണ ആരായിരിക്കും സാധാരണഗതിയിൽ? അല്ലെങ്കിൽ പിന്നെ എന്താ നായയുടെ ഒക്കെ പേര് പറഞ്ഞ, ഷെഫേർഡോ എന്താ, പിന്നെ ജർമ്മൻ ഷെഫേർഡ്, അൾസേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ അല്ലെ, അങ്ങനത്തെ നായകളൊക്കെ ഇല്ലേ, അതൊക്കെ ആരാ വളർത്താ? വലിയ അത് വലിയ വലിയ ആൾക്കാർ. വലിയ വലിയ. അപ്പൊ ഇവരും അങ്ങനത്തെ ആളായിരുന്നു. ഇവർ ഓടിപ്പോയപ്പോ നായം ഇവരുടെ ഒപ്പം പോയി. ആ നായനെ പിന്നെ അള്ളാഹു ഇവരുടെ ഒരു സംരക്ഷകരായിട്ട് വെച്ചു എന്നർത്ഥം. എനിത്തിങ് എൽസ്? ഓക്കെ, ഇനിയില്ലെങ്കിൽ ഓതുമ്പോ നമ്മള് ദിറാഇഹിന്ന് വേറെ തന്നെ ഓതൂലല്ലോ, ഒന്നിച്ചല്ലേ ഓതാ? വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി. അതെ, അല്ല എന്താ ചോദ്യത്തിന്റെ എങ്ങനെയാ ചോദ്യം എന്താ? ദിറൈഹിന്നോ അതോ ദിറാഇഹിന്ന് നീട്ടി ഓതണോ? ദിറാഇഹി വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ചേർത്താണോ ഇത്? ഓക്കെ, അതന്നെയല്ലേ ചോദ്യം? അതെ അതെ. അത് ചേർത്താണോ ഇത്? ഓക്കെ. പിന്നെ അസ്സലാമലൈക്കും. ഒരു ഡൗട്ടും പിന്നെന്താ? കൂടി. ആ പിന്നെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് സാറേ. പറഞ്ഞോ. പിന്നെ എല്ലാ മുസന്നി ഇങ്ങനെ തന്നെയാണോ വരിക? ദിറ ഐനി പ്ലസ് ഹൂ അല്ലേ ഇപ്പൊ ദിറ ഐഹിന്നായത്? അതെ. മുസന്നയും അതെ, ജംഉ അതെ. മുസന്നയും ജംഉ, അതായത് ദിവചനമായിട്ട് വരുമ്പോഴും പ്ലൂറൽ ആയിട്ട് വരുമ്പോഴും അത് വേറൊന്നിനോട് ചേർത്ത് പറയുമ്പോൾ ആ നൂന് കളയും. ഏതുപോലെ ഇപ്പോ മറ്റൊരു സ്ഥലം ജംഉ ഉപയോഗിച്ചത് പറഞ്ഞു നോക്കിയേ ഖുറാനില്. തലമണി പ്ലസ് ഹൂവാ? തലമൈ അല്ല, ഇപ്പൊ ജമ്മ് അതായത് ഇപ്പൊ മുഅ്മിനൂന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉദാഹരണം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണം പറയാണ്, ഇപ്പം മുഅ്മിനൂന സാജിദൂന എന്ന് വിചാരിച്ചോ. അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ. സാജിദൂന എന്നുള്ളത് ചേർത്ത് ഹു എന്നുള്ളതിലേക്ക് ചേർത്ത് പറയുന്നത് സാജിദൂഹു എന്നേ പറയുള്ളൂ. അത് ശരിയായ ഉദാഹരണമല്ല, പക്ഷെ ഞാനത് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതായത് ഇതിലെ 42-ാമത്തെ ആയത്തില് 2 കൈപ്പടങ്ങൾ എന്ന് പറയുന്നില്ലേ, കഫൈഹി? കഫൈഹി എന്നുള്ളതും അതാണ്. കഫൈനി എന്നുള്ളതാണ്, അതാണ് കഫൈഹി ആയത്. കേട്ടാ, ഈ ജമ്മും അങ്ങനെ തന്നെയാണ് വരിക. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ താലിബൂന എന്ന് വിചാരിച്ചോ. അറബി ഭാഷയില് കുട്ടികൾ, ആ ക്ലാസ്സിലെ കുട്ടികൾ, 6-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നെങ്ങനെ പറയാ? താലിബൂന ആണ് കുട്ടികള്. അസ്സഫ് സാദിസ്, താലിബൂ അസ്സഫിസ് സാദിസ് എന്നാ പറയാ. നൂന് കളയും. 6-ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്നുള്ളതിന് പറയാൻ വേണ്ടിയിട്ട് താലിബൂ അസ്സഫിസ് സാദിസ്. ഖുർആനിൽ അതിന് പറ്റുന്ന ഉദാഹരണം ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ നൂന് കളഞ്ഞിട്ട് ഹൂ ചേർക്കും. ഹൂവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിട്ട് ചേർക്കാം. ഹൂ തന്നെ ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, സഫ്, താലിബു അസ്സഫ് മുലാഫ് ഇലൈഹി ആയിട്ട് വന്നു. അതായത് ഏതിനൊന്നിനോടാണോ ചേർക്കുന്നത് അതിനും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഈ മുസന്നയ്ക്കും ജമ്മിന്റെ നൂനിനെ കളയണം. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഖുർആനിലെ 1-2 ഉദാഹരണങ്ങൾ എടുത്തിട്ട് വിശദീകരിച്ച് ഞാൻ ഗ്രൂപ്പിലിടാം കേട്ടാ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ പരിഗണിച്ചിട്ട് ഒരുപാട് സമയം ആയിട്ടുണ്ട്, നമ്മൾ നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ
നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم اجعل القرآن شفيعا لنا يوم القيامة واجعله لنا دليلنا إلى جناتك جنات النعيم وآنس بالقرآن وحشتنا في القبور برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. السلام.